ഹായ്, ജയ്സിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ പെയിനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് അതും കൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ഒരു പെയിനിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, വന്നത് എങ്ങനെയായിരുന്നു, ചെറിയൊരു പെയിൻ വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ 3 മാസം ചിത്തയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു 3 മാസത്തെ ലീവിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ പെയിനും കാര്യങ്ങളും സാധാ ഒരു പെയിനല്ല എന്നുള്ളത്. എൻ്റെ മനസ്സിൽ തന്നെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ ഹിന്ദുസ്ഥാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ റേഞ്ചേഴ്സിൻ്റെ സ്റ്റേറ്റ് ഓർഗനൈസിങ് കമ്മീഷനാണ്. ഇങ്ങനെ വിദ്യാനഗർ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇതിൻ്റെ കുട്ടികൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികൾക്ക് ഗുരുപതിൻ്റെ ഒരു ക്യാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുപതിൻ്റെ ക്യാമ്പ് സ്റ്റേറ്റ് ലെവലിലാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാനഗരത്തെ കുട്ടികളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യിക്കാനുണ്ടായിരുന്നു, കുട്ടികളെ എക്സാം അറ്റൻഡ് ചെയ്യിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 3 മാസം ലീവ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ലീവ് കഴിഞ്ഞിട്ട് ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അതും പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു NTTC നാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ക്യാമ്പും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രെയിനിങ് കൂടെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഒരു 10 ദിവസം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോവും, എറണാകുളത്താണുള്ളത്. അപ്പം അതുവരെ വീട്ടുകാരെ ഇത് ഒരു കാരണവശാലും അറിയിക്കരുത്. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു നാട്ടിലെത്തിയ ഉടനെ ഇത് നോക്കണം, ഹോസ്പിറ്റലിൽ പോകണം, ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവാം, പക്ഷേ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിയട്ടെ എന്നിട്ട് ഞാൻ പോവാം. കാരണം എനിക്കറിയുന്നു ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് റിസൾട്ട് എടുത്ത് കഴിഞ്ഞാലും എന്ത് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയാം അത് പൈസ വേസ്റ്റ് ആവുന്നില്ല, അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാവും, പൈസ വേസ്റ്റ് ആവില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ പോയി വരട്ടെ. പോണിൻ്റെ മുന്നേ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വീട്ടുകാർ സമ്മതിക്കൂല. വീട്ടുകാർ നല്ല എനിക്കറിയാം, ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ എത്തി എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ദയവ് ചെയ്തിട്ട് വീട്ടുകാരെ ഇപ്പോൾ ഇത് അറിയിക്കണ്ട, എൻ്റെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു, ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എറണാകുളത്തിന് കുട്ടികളായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 3 ദിവസം ക്യാമ്പാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നല്ല പ്രയാസമുണ്ട് കേട്ടോ. കുറച്ച് നടക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ കുറച്ച് നടക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, പ്രയാസങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പിടുത്തം വരുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നല്ല ക്ഷീണം വരുന്നുണ്ട്, അതുപോലെ നീര് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ഒരു ലക്ഷ്യം, ഞാൻ ഇന്ന എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് പെർഫെക്റ്റ് ആക്കണം, എൻ്റെ ആ ഒരു ഭാഗം എനിക്ക് പെർഫെക്റ്റ് ആക്കണം. അത് അങ്ങനെ ഒരു എന്താ പറയുക മൈൻഡാണ് എൻ്റെത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടികൾക്ക് ഈ ഗുരുപത് ടെസ്റ്റ് ഇപ്പം ഞാൻ പോയിട്ടില്ലെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റില്ല. അത് എഴുതി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് രാജ്യപുരസ്കാര കുട്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാനത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ കാരണം ആ കുട്ടികൾക്ക് ഈ ഒരു വർഷം നഷ്ടപ്പെടുകയല്ലേ. അപ്പം എൻ്റെ അസുഖം മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും തൽക്കാലം അത് പറയണ്ട എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഞാൻ എൻ്റെ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ വെയ്യട്ടോ, ഞാൻ എൻ്റെ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പോണത് ഇങ്ങനെയാണ്, എന്തായാലും പ്രാർത്ഥിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അവിടുന്ന് ഞാൻ എന്താ പറയുക, അവിടെ ഞങ്ങളൊരു ഇതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ HSCയിൽ ഞങ്ങളൊരു ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതൊരു അറിയിക്കാൻ പറ്റാതെ ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു കൂട്ടാണ്. ഞങ്ങളൊരു 5 വർഷം അല്ലെങ്കിൽ ഏറെ ആയിട്ടുണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബോണ്ടാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു ഒരു റിലേഷനാണ്. നമ്മളെ എന്താ പറയുക, കൂടപ്പിറപ്പുകളെക്കാളും അങ്ങനെ അത് നമുക്കറിയില്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അറിയുന്ന ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവും. അതുപോലെയാണ് ഞങ്ങളെ ഈ ഒരു HSCയിൽ ഞങ്ങൾ കുറച്ചൊരു ടീമുണ്ട്. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട്. അപ്പോൾ അവിടെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ ഒരു അസുഖം വെച്ചിട്ട് അവിടെ അവരെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു സേഫ് സോണായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയാതെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്തു, അവിടെ ഒരു സീന മിസ് ഉണ്ട്. അപ്പം ഞങ്ങൾ തമ്മിലും ഒരു പ്രത്യേക ബോണ്ടാണ്. സീന മിസ്, സാബിറ മിസ്, ജോലി മിസ്, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇതാണ്. അപ്പം മൂപ്പരിൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, സീന മിസ്സിൻ്റെ നമ്പർ വാങ്ങിച്ചു, അങ്ങനെ പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആളെടുത്ത് ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ലൊരു കെയറിങ് ആണ്. അപ്പോൾ
ഞാൻ ശ്രദ്ധയില്ലാത്ത ഒരാളാണ്, ഞാൻ എന്നെ തീരെ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഒരാളെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വയ്യ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിലും ഞാൻ സീന മിസ്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ്, എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനങ്ങനെ പോയി കുട്ടികളെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇതിൽ തന്നെ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ട്രെയിനിങ് ചെയ്ത ചൗഹാൻ സാറുണ്ട്. സാറാണെങ്കിലും സാറ് ഭയങ്കര റഫും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നല്ല സ്നേഹവും കാര്യങ്ങളും കെയറിങ്ങും ഒക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും നല്ല കെയർ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇല്ലാതെ പോയത്. അങ്ങനെ ഞാൻ അവിടുന്ന് കുട്ടികളെയും കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും NTTC നാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ക്യാമ്പ് സെയിം അതേ ഇതിൽ എറണാകുളത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പോയി. അപ്പോൾ അതിന് പോയ സമയത്തും എനിക്കും ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും അറ്റൻഡ് ചെയ്തിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മറ്റുള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊന്നും പറ്റണില്ല. കൂടുതൽ അവിടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റണില്ല. കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ട്. സ്റ്റെയർ കേസ് ഒന്നും കയറാനേ പറ്റില്ല. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആളുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ താഴത്തുനിന്ന് റൂമും കാര്യങ്ങളൊക്കെ തന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഒരിടത്ത് താങ്ക്സ് പറയണമെന്ന് അറിയില്ല കേട്ടോ. കാരണം അത്രയും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളെ കെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെയും ആ ഒരു 5 ദിവസമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 5 ദിവസത്തിലും നല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൂടുതലായിട്ട് തന്നെ എനിക്ക് കുറച്ച് കയറ്റം കയറുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നേരെ നടക്കുമ്പോൾ തന്നെ നേരെ നടക്കുക അതല്ലെങ്കിൽ ഒന്ന് കുനിഞ്ഞ് വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് നീരും തന്നെ ഭയങ്കരമായിട്ട് നീര് വന്നു. നമ്മൾ യൂണിഫോം ഇടുമ്പോൾ യൂണിഫോമിൻ്റെ ഷൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അതിങ്ങോട്ട് ടൈറ്റ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ നമ്മളൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ആ ഒരു ഫേസിൽ തന്നെ അത് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഹസ്ബൻഡ് സീനിയർ മിസ്സിലായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയുണ്ടായിരുന്നു, ആളടുത്ത് ചോദിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വരുന്ന ഒരു 2 ദിവസം മുമ്പ് നന്നായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും എന്താണ് എന്നുള്ളത്, എന്തായി, നല്ല ആൾക്ക് നല്ല ബേജാറുണ്ടായിരുന്നു, വീട്ടിലും അറിയിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണ് കാലിൽ നീര് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നീര് വന്നു എന്നുള്ളത്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു എന്നോട്. ഞാൻ ഒരു 2 ദിവസം കൂടെ അതും കൂടെ കഴിഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലാസ്റ്റാണ്, ഇനി ഞാനിങ്ങനെ ഒരു ട്രെയിനിങ്ങിന് വരിക അതല്ലെങ്കിൽ ഇവരായിട്ടൊന്നും ഞാനിങ്ങനെ നിൽക്കൂല, ഇനി എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയൂല, ഇതിൻ്റെ ലാസ്റ്റാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്നത് പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയിരുന്നു. ഇതൊക്കെ എൻ്റെ ലാസ്റ്റാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിന്നെ ഇത് വീണ നീരൊക്കെ വന്ന സമയത്താണ് 2 ദിവസം ബാക്കി നിൽക്കുകയാണ്. ഹസ്ബൻഡ് സീന മിസ്സിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തു, പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു അനിയൻ്റെ അടുത്ത് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മയും സാധാരണ ഞാൻ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ ഉമ്മയും ഒരു അറിയാം ഞാൻ അവിടെ ഫോണൊന്നും യൂസ് ചെയ്യില്ല, കാരണം ഫുൾ ടൈം വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഫോണൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന ഡേറ്റിൽ തിരിച്ചു വരുന്ന അന്നാണ് എൻ്റെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇല്ലെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് വരും. സാധാരണ ഒരു വിളിക്കലില്ല. പക്ഷേ അന്ന് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു എന്താ സംഭവിച്ചത്, ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അനിയന് തൃശ്ശൂരുണ്ട് കൊണ്ടുവരാൻ വരുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കപ്പോൾ സങ്കടം വന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇന്നെ കൊണ്ടുവരാൻ ഞാൻ ഈ 2 ദിവസം എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് ഇത് ഈ ഒരു സമയം തരണം എന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പരാകെ ടെൻഷനായി. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പിന്നെ എനിക്ക് അവിടെ ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്യാനോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ പൊതുവേ കരയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ അന്ന് അവിടെ അത്രയും ആളുകളെ മുന്നിൽ വെച്ചിട്ട് ഒരു നാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്, ഒരുപാട് ടീച്ചേഴ്സൊക്കെ ഉണ്ട്, അവരെ അടുത്ത് അവരെ മുന്നിലല്ലെങ്കിൽ പോലും ഞാൻ കരഞ്ഞു പോയി. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്രയും എന്താ പറയുക പവറായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവരുടെ മുന്നിൽ. പക്ഷെ ഞാൻ കരഞ്ഞു പോയി. കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവരാൻ വരും, ഇനി എൻ്റെ ലാസ്റ്റാണ്, ആ ഒരു ഫീലിംഗ് ഇങ്ങനെ ഉള്ളിൽ വന്നിട്ട് ഞാൻ കരയാണ്. അങ്ങനെ സങ്കടം വന്ന് എനിക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവരൊക്കെ വന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോണ്ടുള്ള എൻ്റെ കുറേ ആളുകളുണ്ട് അവിടെ. അപ്പോൾ അവരൊക്കെ വന്ന് സംസാരിച്ച് കുറേ കൂളാക്കി. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി. പിന്നെ ഇങ്ങനെ സീന മിസ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു 2 ദിവസം കൂടെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും അതൊക്കെ ഒരു എന്താ പറയുക ഒരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ ഇതിലുള്ള സ്റ്റേറ്റിലുള്ള കമ്മീഷന്മാരും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും അറിഞ്ഞ് തമാശയിലാണെങ്കിലും നമ്മളൊരു യാത്രയപ്പ് എന്നുള്ള രീതിയിൽ, യാത്രയപ്പ് മീൻസ് അറിയാലോ എന്ത് യാത്രയപ്പാണെന്നുള്ളത്, എല്ലാവരും ആ ഒരു ലാസ്റ്റ് ജേണിക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും കൂളായിട്ട് അത് ഒരു തമാശ പോലെ ഞാനും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
എന്താ പറയുക, അതൊക്കെ പറയുമ്പോഴും ഉള്ളിൽ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോന്നു, നെറ്റി വലിച്ച് പറയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പിറ്റേന്ന് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പം എല്ലാവരും, എന്നാലും എൻ്റെ പാരൻസിന് അത്ര ഒരു, ഞാനിപ്പോൾ എത്ര വയ്യാതെ ഞാനിങ്ങനെയൊന്നും പോകില്ലല്ലോ, ആ ഒരു ഇതിലായിരുന്നു. പിന്നെ എൻ്റെ ഫേസിലൊന്നും വല്ലാതെ ആ ഒരു ഇതൊന്നും കണ്ടിട്ടില്ലേ. പക്ഷെ ഞങ്ങൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി, കോട്ടക്കൽ അൽമാസിൽ വെച്ചിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു TMT നടത്തിയപ്പോൾ എനിക്ക് തീരെ വയ്യ, ഓടാനും ഇതിനൊന്നും പറ്റുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒരു മിനിറ്റിൽ തന്നെ ഞാൻ ടയർഡായി. പക്ഷെ ഞാനെന്ത് വിചാരിച്ചു, ടയർഡ് ആവാതെ വീണ്ടും ചെയ്യാൻ വിചാരിച്ചു, കാരണം റിസൾട്ട് കാണില്ലല്ലോ എന്നുള്ള രീതിയിൽ. ആ ഒരു എന്താ പറയുക, റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നുള്ള കപ്പാസിറ്റി വെച്ചിട്ട് ഞാൻ ചെയ്തു, ബാക്കിയെന്ന് പറയും. പക്ഷേ പിടുത്തം വിട്ടു. അവിടുന്ന് പിന്നെ ആകെ എനിക്ക് തല കറങ്ങി, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളും വന്നു. ആ സിസ്റ്റർമാരിനോടൊന്നും ബുദ്ധിമുട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാൾ കൈ പിടിച്ചിട്ടാണ് എന്നെ അവിടെ ഇരുത്തിയത്. പക്ഷേ ഇരുന്നപ്പം ഞാൻ ആകെ ടയേർഡായി. പിന്നെ ഇവിടെ ഹാർട്ടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, അതെടുത്ത് ഒരു മാറ്റി വെച്ചു. കാരണം അത്രയും ഹാർട്ട് ബീറ്റും ഭയങ്കരമായിട്ട് എന്താണെന്നറിയില്ല, എനിക്കപ്പോൾ ആകെ ഒന്നും പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം തന്നെ റിസൾട്ടും കാര്യങ്ങളും പിന്നെ ഡോക്ടർ, ഞാൻ പിന്നെ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് ഉപ്പിയമ്മയും പുറത്തുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയപ്പോൾ അവരും വിചാരിച്ചത് എൻ്റെ ഫേസ് കണ്ടപ്പോൾ ഒന്നുമില്ല, കാരണം എൻ്റെ എല്ലാ ക്ഷീണങ്ങളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിടുന്നത്. അപ്പോഴും അവർ ഇത്രയൊന്നും ഉണ്ടെന്ന് അവരും വിചാരിക്കുന്നില്ല, സീരിയസ് ആണെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഡോക്ടർ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു, പിന്നെ എന്തായാലും ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുക, അതാവും ബെറ്റർ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഇത്ര കുറഞ്ഞ സമയത്ത് പിന്നെ ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്നും നടന്നാൽ പോരാ, അപ്പം നമുക്ക് എന്തായാലും ഒന്ന് നോക്കുക, അതാവും നല്ലത്. എത്രയേ പറഞ്ഞിട്ടുള്ളൂ, എന്തായാലും ഒരാഴ്ചയിൽ കൂടണ്ട എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോന്നു. അപ്പോൾ അത് അവിടുന്ന് ഞങ്ങളത് ഈ ഒരു റിസൾട്ട് കാണിക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരാൾ പെട്ടെന്ന് ഒരു ആൻജിയോഗ്രാം ചെയ്ത ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടെ കണ്ടപ്പോൾ എൻ്റെ ഉപ്പാക്ക് എന്തിനും ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അവിടെ പോയാലാണൊരു ആൾക്കൊരു എന്താ പറയുക, ഒരു മനസ്സമാധാനം എന്ന് പറയില്ലേ, അത് അങ്ങനെയാണ്. അപ്പം അതേ ഇപ്പോൾ പറയുന്നുണ്ട് മെട്രോയിൽ പോവാം, അവിടെ കാണിക്കാം, അതിൻ്റെ മാത്രമായിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഞങ്ങൾ അങ്ങനെ പോന്നു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോഴൊന്നും ആർക്കും ഒരു സീരിയസ് കാര്യങ്ങളൊന്നും ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം, എൻ്റെ ഉള്ളിലും അറിയാം എൻ്റെ ലാസ്റ്റാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ടായി. അങ്ങനെ വീട്ടിലെത്തി. പിറ്റേന്ന് ഞാൻ എൻ്റെ കസിനുണ്ട്, ഒരു ഓർത്തോ സ്പെഷ്യലിസ്റ്റാണ്, ഡോക്ടർ ആസിഫ് എന്ന് പറയും. അപ്പോൾ ആളെടുത്തും റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി. അപ്പോൾ ആൻറ്റിൻ്റെ അടുത്ത് പോയി വൈകുന്നേരം വരെ ഞാൻ അന്ന് അവിടെ നിന്നിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോഴും ആളും പറഞ്ഞു പെട്ടെന്ന് കാണിച്ച് ഒന്ന് നോക്കാം, ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് വന്ന് ഞാനിപ്പോൾ വർക്ക് ചെയ്യണ ക്ലിനിക്കിൽ വന്ന് അശ്വ ഡോക്ടർ അടുത്ത് ഞാനിങ്ങനെ റിസൾട്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, പിറ്റേന്ന് ഞാൻ ലീവ് കഴിഞ്ഞ് നാട്ടിലെത്തി, ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു നാളെ ഞാൻ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരട്ടെ, ഇത് ആദ്യം കാണിക്കുക കൊണ്ടുപോയിട്ട്, എന്നിട്ട് ജോയിൻ ചെയ്യാൻ. അപ്പോൾ ആൾക്കും കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും റിസൾട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അന്ന് രാത്രി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഞാൻ വെള്ളം പിന്നെ കപ്പ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ച സമയത്ത് എനിക്കൊരു പെയിൻ വന്നു. അങ്ങനെ ആ ഒരു പെയിന് വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഈ പുറത്തിറങ്ങുന്ന സമയത്ത് ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളാണ് എടുത്തത്. അപ്പോൾ മോള് ബാക്ക് ക്യാമറ ഇട്ടിട്ട് ഞാൻ ടോയ്ലറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഇത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പെയിൻ കൊണ്ട് അവിടെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ എന്തോ സംതിങ് ആൾക്ക് തോന്നി. അപ്പോൾ തന്നെ ജ്യേഷ്ഠത്തിൻ്റെ മോളുണ്ടായിരുന്നു വീട്ടിൽ, ഓളപ്പുറത്തെ റൂമിലാണ്, രാത്രിയാണ്. അപ്പോൾ അവളെടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വെയ്യാന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് പോയി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്യാസിൻ്റെ വേദനയാണ് തോന്നുന്നുണ്ട്, എന്തോ ഒരു ഇത് തോന്നുകയാണെന്ന് പറഞ്ഞപ്പോഴും ജീരകവെള്ളം ഉണ്ടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിച്ചാൽ മാറും മേമ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ജീരകവെള്ളം ഉണ്ടാക്കി തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വകുമ്പോൾ ഒന്ന് ഉലുവ തന്നു. അങ്ങനെ ഞങ്ങൾ 26-ാം തീയതി പോകണം എന്ന് വിചാരിച്ചതൊരു 15-ാം തീയതിയാണ് ഈ സംഭവം. അങ്ങനെ 16-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ മെട്രോക്ക് പോകാം എന്ന് തീരുമാനിച്ചു. നമ്മളൊരു റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ ആളിപ്പോൾ ഇവിടെ അല്ലേ, UK-യിലാണ്. അപ്പോൾ ആൾ വിളിച്ച് പറഞ്ഞ് അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ മെട്രോയിൽ പോകണു, രാവിലെ പോകണു. പിന്നെ നേരെ നമ്മളവിടെ അഡ്മിറ്റ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങനെ ടെസ്റ്റ് നടത്തി പിന്നെ ആൻജിയോഗ്രാമി ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു 98% ബ്ലോക്ക് ഉണ്ട്, പിന്നെ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, അങ്ങനെയാണ് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടായത്. പിന്നെ ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം എന്താ പറയുക, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എൻ്റെ ഈ ഒരു അനുഭവം ഇങ്ങനെയാണ് ഉള്ളത്.
ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇനി നമുക്ക് കാണാം. തൽക്കാലം എൻ്റെ ഈ ഒരു സ്റ്റോറി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ എക്സ്പീരിയൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അതും ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്തിടും. ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ സംശയങ്ങൾക്കൊക്കെ ഉത്തരം വേണമെങ്കിൽ ഞാൻ തരും. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ ഇതൊരു ഇൻട്രാക്ട് ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ അത് ഉപകാരപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.